ബാണാസുര സാഗർ ഡാം. കൽപ്പറ്റയിൽ നിന്ന് 23 കിലോമീറ്റർ അകലെ വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അഥവാ കറലാട് തടാകത്തിന്റെ അടുത്തുനിന്ന് 7 കിലോമീറ്റർ അകലെ. ഏഷ്യ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുമാണ് ബാണാസുര സാഗർ ഡാം. ബാണാസുര മലകൾക്കിടയിൽ ബാണാസുര തടാകത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കാലത്ത് നിർമ്മിക്കുന്നത് പോലെ കോൺക്രീറ്റ് കൊണ്ടല്ല ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്, മറിച്ച് വലിയ കരിങ്കല്ലുകൾ കൊണ്ടാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട് ഈ ഡാമിന്. മഹാബലിയുടെ പുത്രനായ ബാണാസുരനിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബോട്ട് യാത്ര ഉൾപ്പെടെയുള്ള ഒരുപാട് വിനോദങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ സംഭരണിക്കകത്തെ കൊച്ചു കൊച്ചു തുരുത്തുകളും നമുക്ക് കണ്ടാസ്വദിക്കാവുന്നതാണ്. കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റിനു വേണ്ടിയാണ് ഈ ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അതോടൊപ്പം ശുദ്ധജല വിതരണത്തിനു വേണ്ടിയും കാർഷിക ജലസേചനത്തിനു വേണ്ടിയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സഞ്ചാരികൾ ഒരുപാട് എത്തിച്ചേരുന്ന ഈ പ്രദേശത്ത് അവർക്ക് വേണ്ടിയുള്ള സുന്ദരമായ ഉദ്യാനങ്ങളും കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കളിസ്ഥലങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബാണാസുര മലയിൽ കയറി ചുറ്റുമുള്ള ഹരിതഭംഗി ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. കക്കയം ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിലാണ് ഈ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണിത്. ഇതിനടുത്തായി ഉള്ള മനോഹരമായ മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലമാണ് ഇവിടം. ഒരു വിനോദസഞ്ചാര ആകർഷണവുമാണ് ഇവിടം. അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിനടിയിൽ ആഴ്ത്തിയപ്പോൾ ഇവിടെ ഈ അണക്കെട്ട് പദ്ധതി പ്രദേശത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെട്ടു. ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയമാണ്. ഇന്ന് അണക്കെട്ട് പൂർത്തിയായെങ്കിലും ബാണാസുര സാഗർ പദ്ധതി പൂർത്തിയായിട്ടില്ല. കാരാപ്പുഴ ജലവൈദ്യുത പദ്ധതി പോലെ അപൂർണമായ അവസ്ഥയിലാണ് ഈ പദ്ധതി.